നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് ഷെർലക് ഹോംസ് കഥകൾ. സർ ആർതർ കോനൻ ഡോയൽ. അഗസ്റ്റസ് മിൽവർട്ടൺ. ഹോംസും ഞാനും കൂടി പതിവ് പോലെ ഒരു സായന്തന സവാരി കഴിഞ്ഞ് ഏതാണ്ട് 6 മണിയോടെ തിരിച്ചെത്തി. തണുത്തുറഞ്ഞ ഒരു ശൈത്യകാല സായന്തനമായിരുന്നു അത്. മുറിക്കുള്ളിൽ കയറി ഹോംസ് വിളക്ക് തെളിയിച്ചു. അപ്പോൾ മേശപ്പുറത്തുള്ള ഒരു കാർഡ് ശ്രദ്ധയിൽപ്പെട്ടു. ഹോംസ് ആ കാർഡിൽ കണ്ണോടിച്ചു. പെട്ടെന്ന് വെറുപ്പോടെ അതെടുത്ത് തറയിലേക്ക് എറിഞ്ഞു. ഞാൻ ആ കാർഡ് എടുത്തു നോക്കി. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ചാൾസ് അഗസ്റ്റസ് മിൽവർട്ടൺ, ആപ്പിൾസ്റ്റോ ടവേഴ്സ്, ഹാംസ്റ്റഡ്, ഏജന്റ്. ആരാണിയാൾ? ഞാൻ ചോദിച്ചു. തീ കായാൻ വേണ്ടി കാലുകൾ നീട്ടി കസേരയിലിരുന്നു കൊണ്ട് ഹോംസ് മറുപടി നൽകി. ലണ്ടനിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ. കാർഡിൻ്റെ മറുവശത്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഹോംസ് ചോദിച്ചു. ഞാൻ കാർഡിൽ നോക്കി. 6:30 വരും. CAM എന്ന അതിലെ ലിഖിതം ഞാൻ വായിച്ചു. അവൻ്റെ സമയമടുത്തിരിക്കുന്നു. മൃഗശാലയിൽ പാമ്പുകളെ കാണുമ്പോൾ അപായകരമായ കണ്ണുകളും പതിഞ്ഞ മുഖങ്ങളുമായി ഇഴഞ്ഞു നീങ്ങുന്ന ആ വിഷജന്തുക്കളെ നോക്കി നിൽക്കുമ്പോൾ അറപ്പും വെറുപ്പും കലർന്ന ഒരു വികാരം നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ മിസ്റ്റർ വാട്സൺ? അത്തരമൊരു അനുഭവമാണ് മിൽവർട്ടനെ കാണുമ്പോൾ എനിക്കുണ്ടാകുന്നത്. ഏതാണ്ട് 50 കൊലക്കേസുകളുടെ അന്വേഷണം ഞാൻ ഇതേവരെ ഏറ്റെടുത്തിട്ടുണ്ട്. അവയിൽ ഏറ്റവും പൈശാചികമായിരുന്നത് പോലും ഇയാളുടെ കേസിനോളം വരില്ല. എന്നിരുന്നാലും എനിക്കിപ്പോൾ ഇയാളെ വിടാൻ കഴിയില്ല. മാത്രമല്ല, അയാൾ എൻ്റെ ക്ഷണമനുസരിച്ചാണ് വരുന്നതും. ഇയാൾ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാം വാട്സൺ. കൊള്ളക്കാരുടെ തലവനാണ് ഇയാൾ. മിൽവർട്ടൻ്റെ കയ്യിലെത്തിയാൽ ഏതൊരു പുരുഷൻ്റെയും സ്ത്രീയുടെയും രഹസ്യവും സൽപ്പേരും തുലഞ്ഞത് തന്നെ. ശിലാഹൃദയനായ ഇയാൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ആളുകളെ സമീപിക്കും. അവരെ പരമാവധി ചൂഷണം ചെയ്തിട്ടേ പിന്മാറൂ. സ്വന്തം പ്രവർത്തനങ്ങളിൽ മിൽവർട്ടൻ പ്രതിഭാശാലി തന്നെയാണ്. നല്ല പ്രവൃത്തികളായിരുന്നെങ്കിൽ ഒരു മികച്ച സ്ഥാനം ഉറപ്പിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞേന്നേ. താഴെ പറയുന്ന രീതിയിലാണ് മിൽവർട്ടൻ തൻ്റെ തൊഴിൽ നടത്തുന്നത്. സമ്പന്നരോ ഉന്നതരോ ആയ ആളുകളെക്കുറിച്ചുള്ള അപവാദങ്ങൾ അടങ്ങുന്ന കത്തുകൾ എന്ത് വില കൊടുത്തും വാങ്ങാൻ താൻ തയ്യാറെന്ന് ഇയാൾ വെളിപ്പെടുത്തും. പ്രഭു കുടുംബങ്ങളിലെ ചതിയന്മാരായ സേവകന്മാർ, പരിചാരകന്മാർ എന്നിവരിൽ നിന്ന് മാത്രമല്ല, വലിയ വീടുകളിലെ സ്ത്രീകളുടെ സ്നേഹവിശ്വാസങ്ങൾക്ക് പാത്രമായിട്ടുള്ള മാന്യതയുടെ മുഖപടമണിഞ്ഞ വഞ്ചകന്മാരിൽ നിന്നും മിൽവർട്ടന് തൻ്റെ തൊഴിലിനു വേണ്ട സാമഗ്രികൾ കിട്ടാറുണ്ട്. രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഇത്തരം കത്തുകൾ വിലയ്ക്ക് വാങ്ങുന്ന കാര്യത്തിൽ ഒരു പിശുക്കും ഇയാൾ കാണിക്കാറില്ല. 2 വരി മാത്രമുള്ള ഒരു രഹസ്യ സന്ദേശം ഒരു കുടുംബത്തിലെ പരിചാരകനിൽ നിന്നും 700 പൗണ്ട് നൽകി ഇയാൾ സ്വന്തമാക്കിയ കഥ എനിക്കറിയാം. പ്രശസ്തമായിരുന്ന ആ കുടുംബം ഇതിൻ്റെ ഫലമായി തകർന്നടുകയും ചെയ്തു. പ്രഭുവംശജാതരോ ഉന്നത സ്ഥാനീയരോ ആയിട്ടുള്ളവരുടെ സ്വകാര്യ കത്തുകളെല്ലാം മിൽവർട്ടൻ്റെ കൈവശമെത്തും. മിൽവർട്ടൻ്റെ ചതിപ്രയോഗത്തിൽപ്പെട്ട് അപമാദിതരായിട്ടുള്ള 100 കണക്കിന് ആളുകൾ ഈ വലിയ പട്ടണത്തിലുണ്ട്. എവിടെയാണ് ഇയാൾ ഇരയെ കണ്ടെത്തുന്നതെന്ന് പറയാൻ ആർക്കും കഴിയില്ല. അപ്പോഴത്തെ ആവശ്യത്തിനായി എങ്ങനെ കരുക്കൾ നീക്കണമെന്ന് സമർത്ഥനും കൗശലക്കാരനുമായ ഇയാൾക്ക് നന്നായി അറിയാം. താൻ ഉദ്ദേശിക്കുന്നത് നേടാൻ കഴിയുന്ന പ്രത്യേക മുഹൂർത്തത്തിൽ തന്നെ മിൽവർട്ടൻ പണി നടത്തും. ഈ ലണ്ടൻ നഗരത്തിലെ ഏറ്റവും അധമനായ മനുഷ്യനാണ് മിൽവർട്ടൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ. പണം വീണ്ടും വീണ്ടും കുന്നുകൂട്ടാനായി ക്രമമായും അനുകൂല അവസരങ്ങൾ കണ്ടെത്തിയും മനുഷ്യ മനസ്സുകളെ പീഡിപ്പിക്കുകയും വൈകാരിക സംഘർഷം ജനിപ്പിക്കുകയും ചെയ്യുന്ന ഇയാളെ മറ്റേതു ഹീനപ്രവൃത്തി ചെയ്യുന്നതിനോടും താരതമ്യം ചെയ്യാൻ എനിക്ക് കഴിയുകയില്ല. ഇത്ര വികാര തീവ്രതയോടെ എൻ്റെ സുഹൃത്ത് മുമ്പൊന്നും സംസാരിച്ച് കണ്ടിട്ടില്ല. ഇയാളെ പിടികൂടാനുള്ള നിയമങ്ങളൊന്നും ഇല്ലേ? ഞാൻ ചോദിച്ചു. സാങ്കേതികമായി അതിന് കഴിയും, എന്നാൽ പ്രായോഗികമായി അതുകൊണ്ട് ഫലമൊന്നും ഉണ്ടാവില്ല. മിൽവർട്ടനെ കുറച്ചു കാലം ജയിലിട്ടു എന്ന് കരുതുക. ഇയാൾ മുഖാന്തരമുണ്ടായ അപവാദത്തെ തുടർന്ന് ഒരു സ്ത്രീയുടെ ജീവിതം നശിക്കുമെങ്കിൽ ആ ശിക്ഷയിൽ എന്തർത്ഥമാണുള്ളത്? ഇയാളുടെ കെണിയിൽപ്പെട്ടവർ തിരിച്ചാക്രമിക്കാൻ ധൈര്യപ്പെടുകയില്ല. നിരപരാധിയായ ഒരാളാണ് കൊള്ളയടിക്ക് വിധേയനാവുന്നത് എന്നിരിക്കട്ടെ. മിൽവർട്ടനെ പോലെ പിശാചായ ഒരാളല്ലാത്ത പക്ഷം അയാൾക്ക് ഈ പ്രതിയോഗിയെ എതിർക്കാൻ കഴിയില്ല. വരട്ടെ, ഇയാളെ കീഴടക്കാൻ നമുക്ക് മറ്റു മാർഗങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മിൽവർട്ടൻ എന്തിന് ഇവിടെ വരുന്നു? പറയാം. മാന്യയായ ഒരു സ്ത്രീ അവരുടെ പരാതിയുമായി എന്നെ സമീപിച്ചു. പ്രശസ്തയായ ഇവ ബ്രാക്ക്വെൽ എന്ന വനിതയാണിത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഡോവർകോട്ട് പ്രഭുവുമായി അവളുടെ വിവാഹം നടക്കേണ്ടതാണ്.
ഇവ ബ്രാക്ക്വെൽ ചെറുപ്പത്തിൽ ഒരു നിർധനനായ മാടമ്പി യുവാവിന് എഴുതിയ ചില കത്തുകൾ ഇപ്പോൾ മിൽവർട്ടൺ കൈവശപ്പെടുത്തിയിരിക്കുന്നു. അവിവേകത്തിന്റെ പ്രായത്തിൽ എഴുതിപ്പോയ പ്രേമലേഖനങ്ങൾ എന്നതിൽ കവിഞ്ഞ് അമാന്യമായ ഒന്നും അവയിലില്ല. ഈ കത്തുകൾ ഇപ്പോൾ ബ്രായ്വെക്കിലും ഡോവർകോട്ട് പ്രഭുവും തമ്മിലുള്ള വിവാഹബന്ധത്തെ തകർക്കും. വലിയൊരു സംഖ്യ നൽകിയിട്ടില്ലെങ്കിൽ ഈ കത്തുകൾ പ്രഭുവിന് അയച്ചു കൊടുക്കുമെന്ന് മിൽവർട്ടൺ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. മിൽവർട്ടനുമായി ഇക്കാര്യം സംസാരിച്ച് പ്രശ്നത്തിന് രമ്യമായ പരിഹാരമുണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇവ ബ്രാക്ക്വെൽ എന്നെ സമീപിച്ചിരിക്കുന്നത്. തങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ റോഡിൽ ഒരു കുതിരവണ്ടിയുടെ ശബ്ദവും തുടർന്ന് ഉറച്ച സംഭാഷണങ്ങളും കേട്ടു. ഞാൻ റോഡിലേക്ക് ഇറങ്ങി നോക്കി. രാജകീയ പ്രൗഢിയുള്ള ഒരു കുതിരവണ്ടി അവിടെ നിൽക്കുന്നു. വണ്ടിയിൽ തൂക്കിയിട്ടിരിക്കുന്ന വിളക്കിന്റെ വർദ്ധിച്ച പ്രകാശത്തിൽ തവിട്ട് നിറത്തിലുള്ള കുതിരകളുടെ കൊഴുത്ത പൃഷ്ഠഭാഗം സ്പഷ്ടമായി കാണാം. പരിചാരകൻ വാതിൽ തുറന്നു. നീളം കുറഞ്ഞ തടിച്ച ഒരു മനുഷ്യൻ അകത്തേക്ക് കടന്നു. കമ്പിളി കൊണ്ടുള്ള ഒരു ഓവർകോട്ടാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. ചാൾസ് അഗസ്റ്റസ് മിൽവർട്ടൺ എന്നയാളാണ് ഞങ്ങളുടെ മുന്നിലെത്തിയത്. ഏകദേശം 50 വയസ്സ് പ്രായം തോന്നിക്കും. ബുദ്ധിജീവിയുടേതെന്ന് തോന്നിക്കുന്ന വലിയ തല, മാംസളമായ മുഖം, മായാത്ത പുഞ്ചിരി, സ്വർണ്ണ വിളുമ്പുകളോട് കൂടിയ വലിയ കണ്ണടയ്ക്കുള്ളിൽ പ്രശോഭിക്കുന്ന തീഷ്ണങ്ങളും ചാരനിറത്തോടു കൂടിയതുമായ കണ്ണുകൾ. ഇതൊക്കെയാണ് പെട്ടെന്ന് കണ്ണിൽപ്പെട്ടത്. മിസ്റ്റർ പിക്വിക്കിന്റെ ഏതാണ്ടൊരു സാദൃശ്യം അയാൾക്കുണ്ടെന്ന് തോന്നി. കൃത്രിമമായ പുഞ്ചിരിയും അസ്വസ്ഥ നയനങ്ങളിൽ നിന്നുള്ള തുളച്ചു കയറുന്ന നോട്ടവും മാത്രമാണ് കാഴ്ചയിൽ വ്യത്യസ്തങ്ങളായി കണ്ടത്. മുഖഭാവം പോലെ തന്നെ സൗമ്യവും മധുരവുമായിരുന്നു അയാളുടെ സംസാരം. ആദ്യ സന്ദർശനത്തിൽ അയാൾക്ക് ഹോംസിനെ കാണാൻ കഴിയാത്തതിലുള്ള ഖേദത്തോടെ എന്തോ മൃദുവായി പറഞ്ഞുകൊണ്ട് അയാൾ ഹസ്തദാനത്തിന് കൊഴുത്തുരണ്ട കൈ നീട്ടി. ഉപചാരത്തിനായി തനിക്ക് നേരെ നീട്ടിയ മിൽവർട്ടന്റെ ഹസ്തം ഗ്രഹിക്കാൻ ഹോംസ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, വെറുപ്പോടെയാണ് ഹോംസ് അയാളെ നോക്കിയത്. മിൽവർട്ടൻ പക്ഷേ നന്നായി പുഞ്ചിരിച്ചു. അയാൾ ഓവർകോട്ട് ഊരി അകത്തു കിടന്ന കസേരയുടെ മുകളിലിട്ടു. എന്നിട്ട് കസേരയിൽ അന്തസ്സായി ഇരിപ്പുറപ്പിക്കുകയും ചെയ്തു. എന്നെ നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു, ഇദ്ദേഹം? നമ്മുടെ സംഭാഷണം മറ്റൊരാൾ കൂടി കേൾക്കുന്നത് ശരിയാണോ? ഡോക്ടർ വാട്സൺ എൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമാണ്. വളരെ നല്ലത് മിസ്റ്റർ ഹോംസ്. താങ്കളുടെ കക്ഷിയുടെ താല്പര്യത്തെ കരുതിയാണ് ഞാൻ പറഞ്ഞത്. വളരെ പ്രധാനമായ കാര്യമാണല്ലോ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഡോക്ടർ വാട്സന് ഈ കേസിനെ കുറിച്ച് നേരത്തെ അറിയാം. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. താങ്കൾ ലേഡി ഇവായ്ക്ക് വേണ്ടി വക്കാലത്ത് പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. എൻ്റെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ അവർ താങ്കളെ അധികാരപ്പെടുത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് താങ്കളുടെ വ്യവസ്ഥകൾ? 7000 പൗണ്ട്. എന്തെങ്കിലും ഇളവ് അനുവദിച്ചുകൂടെ? പ്രിയ സുഹൃത്തെ, ഈ തുകയിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുന്നതിനെപ്പറ്റി ആലോചിക്കാനില്ല. ഒന്ന് തീർച്ച, ഈ പറഞ്ഞ തുക 14-ാം തീയതിക്കകം ലഭിക്കുന്നില്ലെങ്കിൽ 18-ാം തീയതി അവരുടെ വിവാഹം നടക്കാൻ പോകുന്നില്ല. കുറെ കൂടി വശ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് മിൽവർട്ടൺ പറഞ്ഞു. ഹോംസ് അല്പസമയം ചിന്തിച്ചിരുന്നു. നിങ്ങൾക്ക് കണക്കിലധികം മുൻവിധികളുള്ളതായി തോന്നുന്നു, ഹോംസ് പറഞ്ഞു. നിങ്ങളുടെ കൈവശമിരിക്കുന്ന ലേഡി ഇവായുടെ കത്തുകളിലെ ഉള്ളടക്കം എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കുന്നവളാണ് എൻ്റെ കക്ഷിയായ ലേഡി ഇവ. അവളുടെ ഭാവി ഭർത്താവിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം നേടാൻ ഞാൻ അവളെ ഉപദേശിക്കും. മിൽവർട്ടൺ ഹാസ്യോദ്യോത്മകമായി ചിരിച്ചു. താങ്കൾക്ക് പ്രഭുവിനെ അറിയില്ലെന്ന് വ്യക്തം, അയാൾ പറഞ്ഞു. അയാൾ പറഞ്ഞത് ശരിയാണെന്ന് ഹോംസിന്റെ മുഖഭാവം വെളിപ്പെടുത്തി. ആവട്ടെ, ലേഡി ഇവായുടെ കത്തുകളിൽ അവർക്ക് ഭാവിയിൽ കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹോംസ് ചോദിച്ചു. ആവേശഭരിതം, വളരെ ആവേശഭരിതം, മിൽവർട്ടൺ പറഞ്ഞു. രഹസ്യ കത്തുകൾ എഴുതുന്നതിൽ ലേഡി ഇവ അതിസമർത്ഥയായിരുന്നു. ഈ കത്തുകളിലെ ഉള്ളടക്കം ഡോവർകോട്ട് പ്രഭുവിന് ആസ്വാദ്യമാവില്ലെന്ന് ഞാൻ തറപ്പിച്ചു പറയുന്നു. പക്ഷേ താങ്കൾക്കത് അങ്ങനെയല്ല എന്ന് തോന്നുന്നുവെങ്കിൽ നമുക്ക് കാത്തിരുന്നു കാണാം. എനിക്കിത് തീർത്തും കച്ചവടമാണ്. ഇവയുടെ കത്തുകൾ താങ്കളുടെ കക്ഷിയുടെ ഉത്തമ താല്പര്യങ്ങൾക്ക് പ്രഭുവിന്റെ കൈവശം എത്തിക്കുകയാണ് വേണ്ടതെങ്കിൽ അതിന് ഇത്രയും വലിയ തുക മുടക്കുന്നത് കടുത്ത വീട്ടിത്തരമായിരിക്കും. ഇത് പറഞ്ഞിട്ട് മിൽവർട്ടൺ എഴുന്നേറ്റ് ഓവർകോട്ട് എടുത്തു. കോപതാപങ്ങളാൽ ഹോംസിന്റെ മുഖം വിവർണമായി. കുറച്ചുകൂടി ക്ഷമിക്കൂ, ഹോംസ് പറഞ്ഞു. വളരെ തിടുക്കത്തിലാണല്ലോ നിങ്ങൾ. കുഴഞ്ഞു മറിഞ്ഞ ഈ പ്രശ്നത്തിൽ ഒരു അപവാദം ഒഴിവാക്കുന്നതിന് നമുക്ക് ആവുന്ന എല്ലാ ശ്രമവും ചെയ്യാം. മിൽവർട്ടൺ വീണ്ടും കസേരയിൽ അമർന്നു. ഈ പ്രശ്നം അത് ആവശ്യപ്പെടുന്ന ഗൗരവത്തിൽ തന്നെ താങ്കൾ എടുക്കുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു.
മിൽവട്ടൻ പറഞ്ഞു. ഹോംസ് പറഞ്ഞു, ലേഡി ഇവ സമ്പന്നയായ ഒരു സ്ത്രീയല്ല. 2000 പൗണ്ട് പോലും ആ സ്ത്രീക്ക് താങ്ങാനാവാത്ത തുകയാണ്. താങ്കൾ ആവശ്യപ്പെടുന്ന ഭീമമായ തുകയെപ്പറ്റി അപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. അത്രയും തുക നൽകാൻ ഒരിക്കലും അവർക്ക് കഴിയില്ല. അതിനാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന തുകയിൽ എന്തെങ്കിലും കിഴിവുകൾ അനുവദിക്കണമെന്നും ആ സ്ത്രീക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ തുകയായ ഞാൻ സൂചിപ്പിച്ച 2000 പൗണ്ട് വാങ്ങി ആ കത്തുകൾ അവർക്ക് തിരിച്ചു കൊടുക്കണമെന്നും താങ്കളോട് അപേക്ഷിക്കുന്നു. ഇത് കേട്ടപ്പോൾ മിൽവർട്ടന്റെ പുഞ്ചിരി കുറെ കൂടി വിടർന്നു. കണ്ണുകൾ ആകാംക്ഷാഭരിതങ്ങളായി. ലേഡി വായുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞത് ശരിയാണെന്നറിയാം, മിൽവർട്ടൻ പറഞ്ഞു. എന്നാൽ നിങ്ങൾ ഒരു കാര്യം സമ്മതിച്ചേ തീരൂ. ഒരു പെണ്ണിന്റെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അവൾക്ക് വേണ്ടി കാര്യമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ സമയം അവളുടെ വിവാഹവേളയാണ്. മിക്കവാറും പലരും നല്ലൊരു വിവാഹ സമ്മാനം കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കും. ഞാൻ അവർക്ക് ഉറപ്പു കൊടുക്കുന്നു, ലണ്ടനിലെ മികച്ച അലങ്കാര വസ്തുക്കൾ എല്ലാം ലഭിച്ചാലും കിട്ടാത്ത സന്തോഷം ഈ കൊച്ചു കത്തുകെട്ട് അവൾക്ക് നൽകും. അത് അസാധ്യമാണ്, ഹോംസ് പറഞ്ഞു. പ്രിയ സുഹൃത്തെ, എത്ര നിർഭാഗ്യകരമായാണ് നിങ്ങൾ സംസാരിക്കുന്നത്, മിൽവട്ടൻ പറഞ്ഞു. അയാൾ തടിച്ച ഒരു പോക്കറ്റ് ബുക്ക് എടുത്തു കാണിച്ചു. സ്ത്രീകൾക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വിശ്വസിക്കാൻ എനിക്കാവില്ല. താങ്കൾ ഈ കവർ നോക്കൂ. പുറത്ത് മുദ്രയോട് കൂടിയ ഒരു കവർ അയാൾ എടുത്തു നീട്ടി. ഈ കവറിൽ ഇല്ലില്ല. നാളെ പ്രഭാതത്തിനു മുമ്പ് ഇതിന്റെ ഉള്ളടക്കം ഞാൻ വെളിവാക്കില്ല. ചിലപ്പോൾ ആ സമയത്തേക്ക് ഇത് ലേഡി വായുടെ ഭർത്താവിന്റെ കൈവശം എത്തിച്ചേർന്നിരിക്കും. അവളുടെ പണ്ടങ്ങൾ വിറ്റ് 1 മണിക്കൂറിനകം ശേഖരിക്കാവുന്ന തുകയെ ഞാൻ അവളോട് ആവശ്യപ്പെടുന്നുള്ളൂ. അത് തരാൻ തയ്യാറാകാത്തത് എന്തെന്ന് മനസ്സിലാകുന്നില്ല. മിസ് മിൽസും കേണൽ ഡോർക്കിങ്ങും തമ്മിൽ വിവാഹത്തിനു വേണ്ട എല്ലാ ഏർപ്പാടുകളും പൂർത്തിയാക്കിയിരുന്നിട്ടും ഒരു സുപ്രഭാതത്തിൽ അവർക്ക് ആ ബന്ധം ഒഴിവാക്കേണ്ടി വന്ന കാര്യം താങ്കൾക്കറിയാമോ? അവരുടെ വിവാഹത്തിന് 2 ദിവസം മുമ്പ് മാത്രമാണ് മോർണിംഗ് പോസ്റ്റ് പത്രത്തിൽ ഒരു വാർത്ത വന്നതും ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടതും. എന്തുകൊണ്ടത് സംഭവിച്ചു? വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും. 12,000 പൗണ്ട് എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ അവരുടെ വിവാഹം നടന്നേനെ. അവരുടെ തന്നെ കുഴപ്പം കൊണ്ടല്ലേ എല്ലാം സംഭവിച്ചത്. അത് കഷ്ടമായി പോയി. ഇപ്പോൾ അതേ കേസിൽ നിങ്ങളുടെ കക്ഷിയുടെ ഭാവിയും പ്രശസ്തിയും അപകടത്തിൽപ്പെടാൻ പോകുമ്പോൾ വ്യവസ്ഥകൾ ലഘൂകരിക്കണമെന്ന് വാദിക്കുന്നു. അതും ബുദ്ധിയുള്ള താങ്കൾ. നിങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു, മിസ്റ്റർ ഹോംസ്. ഞാൻ പറഞ്ഞത് സത്യമാണ്, ഹോംസ് മറുപടി നൽകി. നിങ്ങൾ ആവശ്യപ്പെടുന്ന തുക നൽകാൻ ആ സ്ത്രീക്ക് കഴിയില്ല. ഞാൻ നിർദ്ദേശിച്ച 2000 പൗണ്ട് വാങ്ങി സദയം അവരെ ജീവിക്കാൻ അനുവദിക്കുക. അവരുടെ ഭാവി തകർക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണുള്ളത്? നിങ്ങൾക്ക് തെറ്റി, മിസ്റ്റർ ഹോംസ്. ഇത്തരം ഒരു കേസ് തുറന്നു കാട്ടുന്നതുകൊണ്ട് എനിക്ക് പലതരത്തിലുള്ള പ്രയോജനമുണ്ട്. ഇത്തരത്തിലുള്ള 8ഓ 10ഓ കേസുകൾ എൻ്റെ കൈവശമുണ്ട്. ലേഡി വായുടെ കഥ ഇത്തരത്തിൽ കുരുക്കിൽപ്പെട്ടിരിക്കുന്ന മറ്റുള്ളവരുടെ ഇടയിൽ പ്രചരിപ്പിച്ചാൽ എനിക്കത് വളരെ പ്രയോജനം ചെയ്യും. താങ്കൾ എൻ്റെ യുക്തി മനസ്സിലാക്കുന്നുണ്ടോ? ഹോംസ് കോപമടക്കാൻ കഴിയാതെ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു. വാട്സൺ, ഇയാളെ സൂക്ഷിക്കുക. ഇയാൾ പുറത്തിറങ്ങാൻ അനുവദിക്കരുത്, ഹോംസ് പറഞ്ഞു. മിസ്റ്റർ മിൽവർട്ടൺ, താങ്കളുടെ ആ നോട്ട് ബുക്ക് ഇങ്ങോട്ട് തരൂ. അതിലുള്ള ഉള്ളടക്കം ഒന്ന് കാണട്ടെ. ഇത് കേട്ട മാത്രയിൽ മിൽവർട്ടൺ എലി ചാടുന്നത് പോലെ കസേരയിൽ നിന്നും ചാടിയിറങ്ങി മുറിയുടെ ഒരു മൂലയിൽ ഭിത്തിയോട് ചേർന്ന് നിന്നു. എന്നിട്ട് കോട്ടിനുള്ളിലെ പോക്കറ്റിൽ തിരികെ വെച്ചിരുന്ന റിവോൾവറിന്റെ ഒരറ്റം പ്രദർശിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മിസ്റ്റർ ഹോംസ്, ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു. കരുതിക്കോളൂ, എൻ്റെ ശരീരം മുഴുവൻ ആയുധങ്ങളാണ്. നിയമം എനിക്ക് പരിരക്ഷ നൽകുമെന്ന് അറിഞ്ഞതുകൊണ്ട് ഈ ആയുധങ്ങൾ പ്രയോഗിക്കാനും ഞാൻ സദാ സന്നദ്ധനാണ്. താങ്കൾക്ക് മറ്റൊരു തെറ്റുകൂടി പറ്റി. ലേഡി ഇവായുടെ കത്തുകൾ എൻ്റെ കൈവശമുണ്ടെന്ന് നിങ്ങൾ ധരിച്ചു. അതിവിടെ കൊണ്ടുവരത്തക്ക വിധത്തിൽ ഞാൻ അത്ര വിഡ്ഢിയല്ല. ഹേയ് മാന്യ സുഹൃത്തെ, എനിക്കിവിടെ അധിക നേരം ഇരിക്കാൻ സമയമില്ല. ഇന്ന് വൈകിട്ട് തന്നെ എനിക്ക് 1-2 കൂടിക്കാഴ്ചകൾ കൂടിയുണ്ട്. ഹാംസ്റ്റഡിലേക്ക് വളരെ ദൂരം യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് മിൽവർട്ടൺ കോട്ടെടുത്തിട്ട് യാത്രയ്ക്കൊരുങ്ങി. അപ്പോഴും റിവോൾവറിൽ അയാൾ പിടിമുറുക്കിയിട്ടുണ്ടായിരുന്നു. നിമിഷങ്ങൾക്കകം അയാൾ പുറത്തേക്കുള്ള വാതിലിന് സമീപം എത്തി. അയാളെ തടയാൻ ഞാൻ ഒരു കസേര എടുത്തു പൊക്കി. എന്നാൽ ഹോംസ് തല താഴ്ത്തി. ഞാൻ കസേര താഴെയിട്ടു. തല അല്പമൊന്ന് കുനിച്ച് പുഞ്ചിരിയോടെ വിടർന്ന കണ്ണുകളോടെ മിൽവർട്ടൺ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. അല്പസമയത്തിനകം വാഹനത്തിന്റെ വാതിൽ വലിച്ചടയ്ക്കുന്ന ശബ്ദവും വണ്ടി നീങ്ങുന്നതിന്റെ ശബ്ദവും കേട്ടു. തീ കാഞ്ഞുകൊണ്ട് ഹോംസ് നിശ്ചേഷ്ടനായിരുന്നു. അദ്ദേഹം കൈകൾ പാൻസിന്റെ പോക്കറ്റുകളിലേക്ക് ആഴ്ത്തിവെച്ചിരുന്നു.
കുനിഞ്ഞ താടിയോടെ എരിയുന്ന തീക്കുണ്ടത്തിലേക്ക് ദൃഷ്ടി പായിച്ചുകൊണ്ടിരുന്നു. ഇരുപ്പ്. ഏതാണ്ട് അരനാഴിക നേരത്തേക്ക് ഹോംസ് അതേ ഇരിപ്പിരുന്നു. പിന്നീട് വൈകിയില്ല. എന്തോ തീരുമാനിച്ചുറച്ച പോലെ എഴുന്നേറ്റ് കിടപ്പറയിലേക്ക് പോയി. കൃത്രിമ താടി അണിഞ്ഞ് ശൃംഗാരനായ ഒരു ചെറുപ്പക്കാരന്റെ ഭാവത്തിൽ. അല്പസമയത്തിനകം ഹോംസ് മുറിയിലേക്ക് വന്നു. ഹുക്ക വലിച്ച് പുക ഉതിർത്തുകൊണ്ട് വിടന്റെ വേഷം ധരിച്ച ഹോംസ് ആ രാത്രിയിൽ പുറത്തേക്കിറങ്ങി. ചിലപ്പോൾ രാത്രി തന്നെ ഞാൻ തിരിച്ചു വന്നേക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം യാത്രയായി. ചാൾസ് അഗസ്റ്റസ് മിൽവർട്ടനെതിരായ പ്രവർത്തനങ്ങൾക്ക് ആരംഭമിട്ടിരിക്കുകയാണ് ഹോംസ് എന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഹോംസിന്റെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളാൻ പോകുന്ന വിചിത്ര രൂപത്തെക്കുറിച്ച് എനിക്കൊന്നും സങ്കല്പിക്കാൻ കഴിഞ്ഞില്ല. കുറേ ദിവസത്തേക്ക് ആ വേഷത്തിൽ ഹോംസ് ഇടയ്ക്കിടെ വരികയും പോവുകയും ചെയ്തു. പ്രത്യേകിച്ച് ഒന്നും തന്റെ നീക്കങ്ങളെക്കുറിച്ച് എന്നോട് പറഞ്ഞില്ല. ഹാംസ്റ്റഡിലാണ് സമയം ചിലവഴിച്ചതെന്നും സമയം പാഴായില്ലെന്നും മാത്രമേ എനിക്കറിയാൻ കഴിഞ്ഞുള്ളൂ. ഒടുവിൽ വന്യവും ശക്തവുമായ കൊടുങ്കാറ്റ് ചീറിയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈകുന്നേരത്ത് ഹോംസ് പര്യടനത്തിന്റെ അവസാന ഘട്ടവും കഴിഞ്ഞ് തിരിച്ചെത്തി. പ്രച്ഛന്ന വേഷങ്ങൾ അഴിച്ചു മാറ്റിയതിനു ശേഷം അദ്ദേഹം തീ കായാനിരുന്നു. അപ്പോൾ അദ്ദേഹം മതിമറന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ ഒരു വിവാഹിതനായി കാണുമോ മിസ്റ്റർ വാട്സൺ? ഹോംസ് ചോദിച്ചു. ഇല്ല, തീർച്ചയായുമില്ല. എങ്കിൽ ഇതാ എൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ചങ്ങാതി, ഞാൻ താങ്കളെ മിൽവർട്ടന്റെ വീട്ടുവേലക്കാരിയാണ് എൻ്റെ നിർദ്ദിഷ്ട വധുവാകാൻ പോകുന്നത്. എന്താ ഹോംസ് ഈ പറയുന്നത്? എനിക്ക് ചിലതൊക്കെ അറിയേണ്ടിയിരുന്നു വാട്സൺ. എന്നാലും ഇത് ഇത്തിരി കടന്നുപോയി. വളരെ ആവശ്യമായ ഒരു തീരുമാനമാണ് ഞാൻ എടുത്തത്. എസ്കോട്ട് എന്ന പേരുള്ള വിദഗ്ധനായ ഒരു പ്ലംബറായി ഞാൻ അഭിനയിച്ചു. എല്ലാ ദിവസവും വൈകിട്ട് ഞാൻ അവളോടൊത്ത് സവാരി ചെയ്യുകയും കുശല പ്രശ്നങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. എൻ്റെ ദൈവമേ, എന്തൊക്കെ കാര്യങ്ങളാണെന്നോ ഞങ്ങൾ സംസാരിച്ചത്! എന്തിനു പറയുന്നു, എനിക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ആ വേലക്കാരി പെണ്ണിൽ നിന്ന് ഞാൻ ഗ്രഹിച്ചു. എൻ്റെ ഉള്ളം കൈയിലെ രേഖകളെ പോലെ മിൽവർട്ടന്റെ വീട്ടിലെ വസ്തുക്കളെല്ലാം എനിക്ക് പരിചിതങ്ങളായി തീർന്നിരിക്കുന്നു. അപ്പോൾ ആ പെൺകുട്ടിയുടെ കാര്യം? ഞാൻ ചോദിച്ചു. അലക്ഷ്യമായി ഹോംസ് തോൾ കുലുക്കി. നിങ്ങൾക്കതിനെ സഹായിക്കാനാവില്ല മിസ്റ്റർ വാട്സൺ. ഇത്തരം ഒരു അനുകൂല സന്ദർഭം കിട്ടുമ്പോൾ എത്ര കണ്ട് തന്ത്രപരമായി കരുനീക്കം നടത്താം എന്ന് മാത്രമേ നാം നോക്കേണ്ടതുള്ളൂ. ആ, ഈ രാത്രി എത്ര മനോഹരമായിരിക്കുന്നു. താങ്കൾ ഈ കാലാവസ്ഥ ഇഷ്ടപ്പെടുന്നുവെന്നോ? ഞാൻ ലക്ഷ്യമിട്ടിരിക്കുന്ന കാര്യം നിറവേറ്റാൻ ഈ കാലാവസ്ഥ ഉപകരിക്കും. വാട്സൺ, ഇന്ന് രാത്രി മിൽവർട്ടന്റെ വീട്ടിൽ കയറി ലേഡി വായുടെ കത്തുകൾ മോഷ്ടിക്കാനാണ് എൻ്റെ പരിപാടി. ഹോംസിന്റെ മൃദുവായ വാക്കുകൾ കേട്ട് എൻ്റെ ശ്വാസം കുറുകിയതുപോലെ തോന്നി. ചർമ്മം തണുത്തുറഞ്ഞതായി തോന്നി. രാത്രിയിൽ പെട്ടെന്നുണ്ടായ ഒരു മിന്നലിന്റെ പ്രഭയിൽ വിശാലമായ ആ ഭൂതലത്തിന്റെ ഓരോ വിശദാംശവും എൻ്റെ കണ്ണിൽപ്പെട്ടു. അതേസമയം തന്നെ ഹോംസ് ലക്ഷ്യമിട്ടിരിക്കുന്ന പദ്ധതി കൊണ്ട് ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളും ഞാൻ മുന്നിൽ കണ്ടു. തീർച്ചയായും ഈ മോഷണശ്രമം കണ്ടുപിടിക്കപ്പെടും. ഹോംസ് അറസ്റ്റിലാവും. അതേവരെ അദ്ദേഹം തൻ്റെ തൊഴിലിൽ നേടിയെടുത്തിട്ടുള്ള ഖ്യാതിയും പ്രശസ്തിയും വൃഥാവിലാവും. മോഷ്ടാവ് എന്ന നിലയിൽ തീർത്താലും തീരാത്ത അപമാനം സഹിക്കേണ്ടി വരും. നിന്ദ്യനും നീചനുമായ മിൽവർട്ടനോട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് യാചിക്കേണ്ടി വരും. ഹോംസ്, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കൂ. എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഞാൻ ചോദിച്ചു. പ്രിയ ചങ്ങാതി, എല്ലാം ആലോചിച്ച ശേഷമാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. ഞാൻ ഒരിക്കലും എടുത്തുചാട്ടക്കാരനല്ല. മറ്റേതെങ്കിലും സാധ്യതകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇക്കാര്യത്തിൽ വളരെയേറെ ശ്രമകരവും അപകടം നിറഞ്ഞതുമായ ഈ മാർഗം ഞാൻ സ്വീകരിക്കില്ലായിരുന്നു. താങ്കൾ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കൂ. നീതി നോക്കുമ്പോൾ ന്യായീകരിക്കാവുന്ന പ്രവൃത്തിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിയമത്തിന്റെ മുന്നിൽ ഇത് കുറ്റമാവാം. മിൽവർട്ടന്റെ വീട്ടിൽ നിന്ന് അയാളുടെ പോക്കറ്റ് ബുക്ക് അപഹരിക്കുക മാത്രമാണ് ഉദ്ദേശം. മറ്റൊന്നും കൊള്ളയടിക്കുന്ന പ്രശ്നമില്ല. തീർച്ചയായും താങ്കൾ കൂടി ഇക്കാര്യത്തിൽ എനിക്ക് സഹായിയായിരിക്കുമെന്ന് കരുതുന്നു. ഞാൻ ആലോചിച്ചു. ശരി, ഞാൻ പറഞ്ഞു. ഹീനമായ കാര്യങ്ങൾക്ക് അയാൾ ഉപയോഗപ്പെടുത്തുന്ന കത്തുകൾ അപഹരിക്കുക മാത്രമാണല്ലോ നമ്മുടെ ലക്ഷ്യം. അയാളുടെ മറ്റു സാധനങ്ങളൊന്നും നാം എടുക്കുന്നില്ല. തീർച്ചയായും നമ്മുടെ പ്രവൃത്തി ന്യായീകരണമുള്ളതാണ്. തീർച്ചയായും നീതിയുക്തമായ കാര്യം തന്നെയാണ് നാം ചെയ്യുന്നത്. പിന്നെ ഒന്നുള്ളത്, ഇക്കാര്യം നടപ്പാക്കാനുള്ള വ്യക്തിപരമായ സാഹസികതയാണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേളയിൽ, അവൾ സഹായം ഏറെ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ, നീതിമാനായ ഒരാൾ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അവളെ സഹായിക്കാൻ ബാധ്യസ്ഥനാണ്.
അപകടം നിറഞ്ഞൊരു കാര്യമാണ് താങ്കൾക്ക് അനുഷ്ഠിക്കാനുള്ളത്. തീർച്ചയായും അത് ഇത്തരം പ്രവൃത്തിയുടെ ഭാഗമാണ്. ലേഡി വായുടെ കത്തുകൾ ആ ദുഷ്ടനിൽ നിന്ന് വീണ്ടെടുക്കാൻ മറ്റൊരു മാർഗവുമില്ല. ആ ദുഷ്ടൻ ആവശ്യപ്പെടുന്ന അത്രയും തുക കൊടുക്കാൻ നിർഭാഗ്യവതിയായ ആ സ്ത്രീക്ക് കഴിവില്ല. ബന്ധുക്കളിൽ ആരെയും അവൾക്ക് വിശ്വാസവുമില്ല. പണം നൽകേണ്ട അവസാന ദിവസം നാളെയാണ്. അതിനാൽ ഇന്നു രാത്രി തന്നെ ആ കത്തുകെട്ട് കൈക്കലാക്കിയില്ലെങ്കിൽ ആ ദുഷ്ടൻ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിക്കും. അത് ആ സ്ത്രീയുടെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യും. ഒന്നുകിൽ ഞാൻ ആ സ്ത്രീയെ അവളുടെ വിധിക്ക് വിടണം, അല്ലെങ്കിൽ സമർത്ഥമായ കരുനീക്കം നടത്തി അവളെ രക്ഷിക്കണം. മിൽവർട്ടനും ഞാനും തമ്മിലുള്ള വാശിയേറിയ ദ്വന്ദ്വയുദ്ധമാണ് ആ സ്ത്രീയെ രക്ഷിക്കണമെങ്കിൽ നടക്കേണ്ടിയിരിക്കുന്നത്. താങ്കൾ നേരത്തെ കണ്ടതുപോലെ മിൽവർട്ടൻ പഠിച്ച കള്ളനാണ്. ഞാൻ ഇന്നേ വരെ നേടിയിട്ടുള്ള സൽപ്പേരിനും ആത്മാഭിമാനത്തിനും കോട്ടം തട്ടാതെ വേണം അയാളെ നേരിടാൻ. ശരി, മനസ്സില്ലാത്ത കാര്യമാണ്, എന്നാലും ഇത് ഒഴിവാക്കാനാവാത്തതാണ് താനും, ഞാൻ പറഞ്ഞു. താങ്കൾ എന്നോടൊത്ത് പോരണ്ട, ഹോംസ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോകില്ല, ഞാൻ അറിയിച്ചു. എൻ്റെ തീരുമാനം ഞാൻ അറിയിച്ചു കഴിഞ്ഞു. വാഗ്ദാന ലംഘനം ജീവിതത്തിൽ ഒരിക്കലും ഞാൻ നടത്തിയിട്ടില്ല. താങ്കളോടൊത്ത് സാഹസികമായ ഈ കാര്യത്തിൽ പങ്കെടുക്കാൻ എന്നെ അനുവദിക്കില്ലെങ്കിൽ തീർച്ചയായും നാം തമ്മിൽ പിണങ്ങും. മാത്രമല്ല താങ്കളുടെ മോഷണ ശ്രമത്തെക്കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ അറിവ് കൊടുക്കുകയും ചെയ്യും, ഞാൻ പറഞ്ഞു. സുഹൃത്തെ, നിങ്ങൾക്ക് എന്നെ സഹായിക്കാനാവില്ല, പിന്നെ എന്തിനു വെറുതെ ബുദ്ധിമുട്ടുന്നു? ഹോംസ് ചോദിച്ചു. അതെങ്ങനെ നിങ്ങൾക്ക് അറിയാം? എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനാവില്ല. എന്തുമാട്ടെ, ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു കഴിഞ്ഞു. നിങ്ങളെപ്പോലെ മറ്റുള്ളവർക്കും അവരുടെ അഭിമാനവും സൽപ്പേരും നിലനിർത്തണമെന്ന് ഓർക്കണം. വലഞ്ഞല്ലോ എന്നർത്ഥത്തിൽ ഹോംസ് എന്നെ നോക്കി. പക്ഷേ അദ്ദേഹം പ്രസന്നനായി. അഭിനന്ദനപൂർവ്വം എന്നെ അദ്ദേഹം ആശ്ലേഷിച്ചു. ശരി എൻ്റെ പ്രിയ ചങ്ങാതി, താങ്കൾ ഇഷ്ടം പോലെയാകട്ടെ. കുറെ കാലമായി നാം ഒന്നിച്ച് ഒരേ മുറിയിൽ താമസിക്കുകയാണല്ലോ. ഇനി തടവറയിലും ഇങ്ങനെ കഴിയേണ്ടി വന്നാൽ അത് രസകരമായിരിക്കും. ഒരൊന്നാം തരം കുറ്റവാളിയായി തീരാൻ എനിക്ക് കഴിയുമെന്നുള്ള കാര്യം ഞാൻ താങ്കളിൽ നിന്ന് മറച്ചു വെക്കുന്നില്ല. അതിനിപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ആദ്യ സന്ദർഭമാണിത്. നോക്കൂ. മേശ തുറന്ന് ഹോംസ് ഒരു തോൽപ്പെട്ടി പുറത്തെടുത്തു. അതിൽ തിളക്കമുള്ള അനേകം ഉപകരണങ്ങളുണ്ടായിരുന്നു. ഹോംസ് പറഞ്ഞു, ഭവനഭേദനത്തിനുള്ള ഉപകരണങ്ങൾ നിറഞ്ഞ അത്യാധുനികമായ പെട്ടിയാണത്. നിക്കൽ പൂശിയ ചെറിയ അലവാങ്ക്, കണ്ണാടി മുറിക്കുന്നതിനുള്ള വജ്രമുനവെച്ച സൂചി, ഏതുതരം പൂട്ടും തുറക്കാൻ കഴിയുന്ന താക്കോൽക്കൂട്ടം തുടങ്ങി അത്യാധുനികമായ എല്ലാ ഉപകരണങ്ങളും ഇതിലുണ്ട്. കറുത്ത നിറമുള്ള റാന്തലും ഒപ്പമുണ്ട്. എല്ലാം റെഡി. ആകട്ടെ, താങ്കൾക്ക് റബ്ബർ ഷൂസ് ഉണ്ടോ? ഉണ്ടല്ലോ, റബ്ബർ സോളുള്ള ടെന്നീസ് ഷൂസ് ഉണ്ട്. നന്നായി. മുഖംമൂടിയോ? കറുത്ത സിൽക്ക് തുണിയിൽ നിന്നും. ഞാൻ ഉടൻ അതുണ്ടാക്കിക്കൊള്ളാം. ഇത്തരം സാഹസികതകളെ നേരിടാൻ താങ്കൾക്ക് സ്വാഭാവികമായ വാസനയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ നല്ലത്. കഴിയും വേഗം മുഖംമൂടി ശരിപ്പെടുത്തുക. യാത്ര പുറപ്പെടും മുമ്പ് എന്തെങ്കിലും തണുത്ത ആഹാരം കഴിക്കണം. ഇപ്പോൾ സമയം 9:30 11 മണിയോടെ നമുക്ക് ചർച്ച് റോഡിലെത്തണം. അവിടെ നിന്ന് 15 മിനിറ്റ് നടന്നാൽ ആപ്പിൾഡോർ ടവേഴ്സിലെത്താം. അർദ്ധരാത്രിക്ക് മുമ്പ് എല്ലാം പൂർത്തിയാക്കണം. മിൽവർട്ടൻ ബോധരഹിതനായി ഉറങ്ങുന്നയാളാണ്. എന്നും രാത്രി 10:30 മണിക്ക് കൃത്യമായി അയാൾ ഉറങ്ങാൻ കിടക്കും. എങ്ങനെയായാലും രാത്രി 2 മണിക്ക് മുമ്പ് ലേഡി ഇവായുടെ കത്തുകെട്ടുമായി നമുക്ക് തിരിച്ചെത്തണം, ഹോംസ് പറഞ്ഞു. ഹോംസും ഞാനും വേഷം മാറി. സിനിമ കണ്ടു മടങ്ങുന്ന രണ്ടാളെപ്പോലെ തോന്നിക്കുന്ന വേഷവിധാനമായിരുന്നു ഞങ്ങൾ സ്വീകരിച്ചത്. ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൽ നിന്നും ഒരു വാടക വണ്ടിയിൽ ഞങ്ങൾ ഹാംസ്റ്റഡിലെത്തി. വണ്ടിക്കാരന് പൈസ കൊടുത്തു വിട്ടു. അതിരൂക്ഷമായ തണുപ്പ്. ശീതവായു ആഞ്ഞടിക്കുന്നു. ഞങ്ങൾ കോട്ടുകളുടെ കുടുക്കുകൾ മുറുക്കി നഗരവീതിയിലൂടെ ഓരം ചേർന്ന് നടന്നു. വളരെ ശ്രദ്ധാപൂർവം വേണം നമ്മുടെ നീക്കങ്ങൾ, ഹോംസ് പറഞ്ഞു. മിൽവർട്ടന്റെ പഠനമുറിയിലുള്ള ഒരു സേഫിലാണ് പ്രമാണപത്രങ്ങൾ ഇരിക്കുന്നത്. അയാളുടെ കിടപ്പറയുടെ തൊട്ടു മുന്നിലാണ് പഠനമുറി. മിൽവർട്ടൻ ഒരു കുംഭകർണ സേവക്കാരനാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ യജമാനനെ ഉണർത്തുന്ന കാര്യം അസാധ്യമാണെന്ന് ഭൃത്യന്മാർ നേരമ്പോക്കായി പറയാറുണ്ടെന്ന് എൻ്റെ നിയുക്ത വധുവായ അഗത സൂചിപ്പിച്ചിട്ടുണ്ട്. മിൽവർട്ടന് ഒരു സെക്രട്ടറി ഉണ്ട്. പകൽ മുഴുവനും അയാൾ മിൽവർട്ടന്റെ പഠനമുറിയിൽ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് രാത്രി സമയം തിരഞ്ഞെടുക്കേണ്ടി വന്നത്. യജമാനന് വീടിന് ചുറ്റും കറങ്ങി നടക്കുന്ന ഒരു നായയുണ്ട്.
കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അഗാധയെ കണ്ടപ്പോൾ രാത്രിയിൽ പട്ടിയെ പൂട്ടിയിട്ടു കൊള്ളാമെന്ന് അവൾ ഏറ്റിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വഴി ഭദ്രമാവും. ഇതാ വീടായല്ലോ. ഈ വലിയ മാളികയാണ് നമ്മുടെ ലക്ഷ്യം. അതെ, ഈ വാതിലൂടെ ഉള്ളിലേക്ക് കടക്കാം. ഇനി നമുക്ക് മുഖംമൂടി അണിയാം. ഈ വലിയ വീടിന്റെ ജനൽപ്പഴുതുകളിലൂടൊന്നും വെളിച്ചത്തിന്റെ തരിമ്പ് പോലും പുറത്തു വരുന്നില്ല. എല്ലാവരും ഗാഠനിദ്രയിലായിരിക്കും. ഒന്നിനും ഒരു കുഴപ്പവുമില്ല. കറുത്ത മുഖംമൂടി അണിഞ്ഞ് ആ വീടിന് മുന്നിൽ നിന്നപ്പോൾ ലണ്ടൻ നഗരത്തിലെ ഏറ്റവും ഭീകരന്മാരായ രണ്ട് തസ്കരന്മാരാണ് തങ്ങളെന്ന് തോന്നി. ഇരുൾ മൂടിയ ശബ്ദരഹിതമായ ആ വീടിനുള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. വരാന്തയിലൂടെ നടന്നു ചെന്നപ്പോൾ നിരവധി ജനാലകളും രണ്ട് വാതിലുകളും കണ്ടു. മിൽവർട്ടന്റെ കിടപ്പറയാണത്, ഹോംസ് മന്ത്രിച്ചു. ഈ വാതിൽ തുറന്നാൽ അയാളുടെ പഠനമുറിയിലെത്താം. പക്ഷേ ഈ വാതിൽ അകത്തു നിന്നും കുറ്റിയിട്ടിരിക്കുകയാണ്. പുറത്ത് പൂട്ടുമുണ്ട്. ഇത് തുറക്കണമെങ്കിൽ വലിയ ശബ്ദമുണ്ടാക്കേണ്ടി വരും. അത് വേണ്ട, ഇങ്ങോട്ട് വരൂ. ദാ അവിടെ സസ്യങ്ങൾ വളർന്നു നിൽക്കുന്ന ഒരു കണ്ണാടി വീട് കാണുന്നില്ലേ? ആ കണ്ണാടി വീട്ടിൽ നിന്ന് ഡ്രോയിങ് റൂമിലേക്ക് വാതിലുണ്ട്. ആ കണ്ണാടി വീടും പൂട്ടിയിരിക്കുകയായിരുന്നു. കണ്ണാടി ചില്ലുകൾ മാറ്റിക്കൊണ്ട് ഹോംസ് വിദഗ്ധമായി അകത്ത് കടന്നു. പിന്നെ ഞങ്ങൾ അകത്തു കടന്ന ഉടൻ ഹോംസ് വാതിൽ ഭദ്രമായി അടച്ചു. നിയമത്തിന്റെ മുന്നിൽ അങ്ങനെ ഞങ്ങൾ കുറ്റവാളികളായി. ആ സസ്യശേഖരാലയത്തിൽ നിന്നുള്ള ചൂട് നിറഞ്ഞ വായുവും വിവിധ ഇനം പുഷ്പങ്ങളിൽ നിന്നുള്ള ഗന്ധവും എല്ലാം കൂടി ശ്വാസം മുട്ടിക്കുന്നത് പോലെ തോന്നി. ഹോംസ് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഇരുട്ടിലൂടെ മുന്നോട്ട് നീങ്ങി. പന്തലിച്ചു കിടക്കുന്ന ചെടികളുടെ ശാഖകൾ ഞങ്ങളുടെ മുഖത്ത് ഉരുമ്മി. ഇരുട്ടിൽ എല്ലാം സുവ്യക്തമായി കാണാനുള്ള പ്രത്യേകമായ കഴിവ് പരിശീലനത്തിലൂടെ ഹോംസ് വളർത്തിയെടുത്തിരുന്നു. എൻ്റെ കൈ ഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കതക് തുറന്നു. അതൊരു വലിയ മുറിയാണെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ അല്പസമയത്തിനു മുമ്പ് വലിച്ചിട്ട ഒരു സിഗരറ്റ് കുറ്റി കിടക്കുന്നത് കണ്ടു. നിരത്തിയിട്ടിരുന്ന ഗൃഹോപകരണങ്ങൾക്കിടയിലൂടെ വഴിയൊരുക്കി ഞങ്ങൾ മുന്നോട്ട് നടന്ന് മറ്റൊരു വാതിലിനടുത്തെത്തി. അത് തുറന്ന് ഉള്ളിൽ കയറി വാതിലടച്ചു. ഭിത്തിയിൽ പരതിയപ്പോൾ ധാരാളം കോട്ടുകൾ അവിടെ തൂക്കിയിട്ടിരിക്കുന്നതായി കണ്ടു. അതൊരു ഇടനാഴിയായിരുന്നു. ഞങ്ങൾ ആ ഇടനാഴിയിലൂടെ മുന്നോട്ട് നീങ്ങി. ഇടനാഴി ചെന്ന് അവസാനിച്ച ഭാഗത്തുള്ള ഒരു കതക് ഹോംസ് ശക്തിയായി തള്ളി തുറന്നു. ഇടനാഴിയുടെ വലതുവശത്തായിരുന്നു ആ വാതിൽ. പെട്ടെന്ന് മുറിയിൽ നിന്ന് എന്തോ ശബ്ദം കേട്ട് എൻ്റെ ഹൃദയം ശക്തിയായി മിടിച്ചു. അതൊരു എലിയുടെ ചാട്ടമായിരുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചുപോയി. ആ മുറിയിൽ ഒരു വിളക്ക് എരിയുന്നുണ്ടായിരുന്നു. വീണ്ടും സിഗരറ്റിന്റെ പുക അനുഭവപ്പെട്ടു. ഹോംസ് പമ്മി പമ്മി മുന്നോട്ട് നടന്നു. ഞാൻ പിന്തുടരുന്നതും കാത്ത്. ഹോംസ് ആ മുറിയുടെ വാതിൽ ബലമായി അടച്ചു. മിൽവർട്ടന്റെ പഠനമുറിയായിരുന്നു അത്. കുറച്ച് അപ്പുറത്തായി അയാളുടെ കിടപ്പറയുടെ വാതിൽ കണ്ടു. എരിഞ്ഞുകൊണ്ടിരുന്ന അഗ്നിയുടെ തിളക്കത്തിൽ മുറിയാകെ പരിശോഭിക്കുന്നുണ്ടായിരുന്നു. വാതിലിനടുത്ത് വൈദ്യുത വിളക്കിന്റെ സ്വിച്ച് ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും വിളക്ക് തെളിയിക്കുന്നത് ബുദ്ധിപൂർവമല്ലെന്ന് കരുതി. അഗ്നിയുടെ ഒരു വശത്ത് ഒരു വലിയ കർട്ടൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തുനിന്ന് കണ്ട ജനാലയുടെ ഉൾഭാഗം ഈ കർട്ടൻ മൂലം മറഞ്ഞു കിടന്നു. മറ്റൊരു ഭാഗത്ത് വരാന്തയിലേക്ക് കടക്കാനുള്ള ഒരു വാതിലും കണ്ടു. മുറിയുടെ നടുവിൽ ഒരു മേശയിട്ടിരിക്കുന്നു. ചുവന്ന കുഷ്യനോടുകൂടിയ കറങ്ങുന്ന ഒരു കസേര മേശയ്ക്കടുത്തുണ്ട്. മേശയുടെ എതിർവശത്ത് ഒരു വലിയ ബുക്ക് ഷെൽഫ്. ഷെൽഫിനു മുകളിൽ അദീനാദേവിയുടെ ഒരു മാർബിൾ പ്രതിമ വച്ചിരിക്കുന്നു. ബുക്ക് ഷെൽഫിനും ഭിത്തിക്കുമിടയിൽ മൂലയിൽ പച്ച നിറത്തിലുള്ള ഒരു വലിയ സേഫ്. സേഫിന്റെ പുറത്തുള്ള പിത്തളയിലുള്ള ചിത്രപ്പണികൾ തീജ്വാലയിൽ പ്രകാശിച്ചുകൊണ്ടിരുന്നു. ഹോംസ് ആ സേഫിന് ചുറ്റും പതുങ്ങി നടന്ന് അതിന്റെ ഘടന സസൂക്ഷ്മം വീക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം മെല്ലെ, വളരെ മെല്ലെ മിൽവർട്ടന്റെ കിടപ്പുറയുടെ വാതിലിനടുത്തേക്ക് ചെന്നു. വാതിൽപ്പഴുതിലൂടെ ചാഞ്ഞും ചരിഞ്ഞും അദ്ദേഹം അകത്തേക്ക് നോക്കി. ഇല്ല, ഒരു അനക്കവുമില്ല. ഇതിനിടെ രക്ഷപ്പെടേണ്ടി വന്നാലുള്ള മാർഗത്തെക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു ഞാൻ. പുറത്തേക്കുള്ള വാതിലിന്റെ സ്ഥിതി ഞാൻ പരിശോധിച്ചു. അതിശയകരമെന്ന് പറയട്ടെ, ആ കതക് സാക്ഷിയിടുകയോ പൂട്ടുകയോ ചെയ്തിരുന്നില്ല. ഞാൻ ഹോംസിനെ വിവരം ധരിപ്പിച്ചു. ഹോംസ് ആ ദിശയിലേക്ക് തന്റെ മുഖം തിരിച്ചു. അദ്ദേഹം തന്റെ ജോലി ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഞാനിത് ഇഷ്ടപ്പെടുന്നില്ല, ഹോംസ് മന്ത്രിച്ചു. എനിക്ക് ആ കത്തുകെട്ട് എടുക്കാൻ കഴിയുമോ എന്നറിയില്ല. എന്തായാലും നമുക്ക് ഒരു നിമിഷവും കളയാനില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യണോ? തീർച്ചയായും താങ്കൾ ആ കതകിനടുത്ത് തന്നെ നിൽക്കണം. ആരെങ്കിലും പുറത്തുനിന്ന് വരുന്നത് കണ്ടാൽ കതക് അകത്തു നിന്ന് കുറ്റിയിട്ടേയിരിക്കണം. വന്ന വഴിയെ തന്നെ നമുക്ക് തിരികെ പോകാം.
ആരെങ്കിലും അകത്തുകൂടി വരികയാന്നിരിക്കട്ടെ. നമ്മുടെ ഉദ്ദേശം സാധിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ വാതിൽ തുറന്ന് നമുക്ക് പുറത്തു കടക്കാം. നമ്മുടെ ഉദ്ദേശം സാധിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ കർട്ടന് പിന്നിൽ ഒളിഞ്ഞിരിക്കുകയും ചെയ്യാം. പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ? ഞാൻ തല കുലുക്കി സമ്മതിച്ചു. എന്നിട്ട് കതകിനടുത്തായി നിലയുറപ്പിക്കുകയും ചെയ്തു. എനിക്ക് ആദ്യമുണ്ടായിരുന്ന ഭയമൊക്കെ ഇതിനകം പമ്പ കടന്നിരുന്നു. മാത്രമല്ല, ഒരു വെല്ലുവിളിയുടെ ഉത്സാഹം കൈവന്നിരുന്നു താനും. നിയമപാലകരെന്ന നിലയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ഉത്സാഹപ്രഹർഷമാണ് നിയമനിഷേധികളെന്ന നിലയിൽ ഞങ്ങൾ അപ്പോൾ അനുഭവിച്ചത്. ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന കാര്യത്തിന്റെ ഗൗരവം, സ്വാർത്ഥരഹിതമായി ധീരമായി ഒരു കാര്യം നേടാനെന്ന ബോധം, ഞങ്ങളുടെ എതിരാളിയുടെ നീചമായ പ്രവർത്തനം, ഇതെല്ലാം മത്സര രംഗത്തെന്ന പോലെ ഞങ്ങളെ ശക്തരാക്കി. തെറ്റായ ഒരു കാര്യം ചെയ്യുന്നു എന്ന ബോധമേ ഇല്ലാതായി. അപകടങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാനും ഹോംസിനോടൊത്ത് സന്തോഷിച്ചു. ഹോംസ് ഇതാ തന്റെ തോൽപ്പെട്ടി തുറന്നു കഴിഞ്ഞു. ഒരു വിദഗ്ധനായ ഡോക്ടർ അമിത ശ്രദ്ധ വേണ്ട ഒരു ശസ്ത്രക്രിയ നടത്തുന്ന അതേ സൂക്ഷ്മതയോടെ ഹോംസ് പെട്ടിയിൽ നിന്ന് ഓരോ ഉപകരണങ്ങളെടുത്ത് ആ സേഫ് തുറക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ വിസ്മയപൂർവ്വം ഞാൻ വീക്ഷിച്ചു. സേഫുകൾ തുറക്കുന്നത് ഹോംസിന്റെ ഒരു പ്രത്യേക ഹോബിയാണെന്ന് തോന്നിപ്പോയി. അനേകം സൗന്ദര്യധാമങ്ങളെ പറ്റിയുള്ള രഹസ്യരേഖകൾ അടങ്ങിയ ആ ഭീകരമായ സേഫ് തുറക്കുന്നതിൽ ഹോംസിന് ഒരു പ്രത്യേക ആഹ്ലാദമുള്ളതുപോലെ തോന്നി. ഓവർകോട്ട് അഴിച്ച് അദ്ദേഹം ഒരു കസേരയുടെ മേലിട്ടു. തുളയ്ക്കാനുള്ള ഒരു ആയുധം, ചെറിയ ഒരു അലങ്കാവ്, കനം കുറഞ്ഞ അനേകം താക്കോലുകൾ എന്നിവ തന്റെ പെട്ടിയിൽ നിന്നെടുത്ത് ഹോംസ് സേഫ് പൊളിക്കാനുള്ള ശ്രമത്തിലായി. നാലുപാടും കണ്ണു വായിച്ചുകൊണ്ട് ഞാൻ വാതിലിനടുത്ത് തന്നെ നിന്നു. എന്തെങ്കിലും അപകട സൂചന ഉണ്ടായാൽ പുറത്തു കടക്കണമല്ലോ. ഏതാണ്ട് അരമണിക്കൂറോളം സമയം ഹോംസ് തന്റെ ശക്തിയും ശ്രദ്ധയും മുഴുവൻ സേഫ് തുറക്കുന്നതിൽ കേന്ദ്രീകരിച്ചു. ഒരു ഉപകരണം എടുക്കും, അത് മതിയാവില്ലെന്ന് കാണുമ്പോൾ മറ്റൊന്ന് പ്രയോഗിച്ചു നോക്കും. പരിചയസമ്പന്നനായ ഒരു മെക്കാനിക്കിനെ പോലെ വിശ്രമമന്യേ അദ്ദേഹം പണിയെടുത്തു. ഒടുവിൽ ആ കൂറ്റൻ സേഫിന്റെ പാളി തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. സേഫിനുള്ളിൽ കെട്ടുകണക്കിന് കടലാസുകൾ കണ്ടു. ഓരോ കെട്ടും പ്രത്യേകമായി കെട്ടി സീല് ചെയ്ത് വെച്ചിരിക്കുന്നു. അവയിൽ നിന്ന് ഹോംസ് ഒരു കെട്ടെടുത്തു. മങ്ങിയ വെളിച്ചമേ മുറിയിലുണ്ടായിരുന്നുള്ളൂ. അതിനാൽ അതിലെ ഉള്ളടക്കം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞില്ല. തന്റെ ചെറിയ വിളക്ക് പ്രകാശിപ്പിച്ച് ഹോംസ് ആ കത്തുകെട്ട് അഴിച്ചു നോക്കി. അടുത്ത മുറിയിൽ മിൽവർട്ടൻ ഉറങ്ങുന്നുണ്ട്. അതിനാൽ വൈദ്യുത വിളക്ക് തെളിക്കുന്നത് അപകടകരമാണ്. തന്റെ കൊച്ചു വിളക്കിന്റെ വെളിച്ചത്തിൽ ഹോംസ് ആ കത്തുകളിൽ കണ്ണോടിച്ചു. അദ്ദേഹം ഉദ്ദേശിച്ച കത്തുകൾ തന്നെയാണ് അവയെന്ന് എനിക്ക് തോന്നി. എന്റെ സംശയം ശരിയായിരുന്നു. അദ്ദേഹം സേഫ് പഴയതുപോലെ അടച്ചു. കസേരയിൽ നിന്നും കോട്ട് എടുത്ത് ധരിച്ചു. ഉപകരണങ്ങൾ കോട്ടിനുള്ളിലെ പോക്കറ്റിൽ തിരികെ വെച്ചു. തുടർന്ന് ജനാലക്കട്ടിന് പിന്നിൽ ഒളിച്ചു. എന്നോടും അങ്ങനെ ചെയ്യാൻ നിർദ്ദേശിച്ചു. പെട്ടെന്നുള്ള ഈ ഒളിച്ചിരിപ്പിന്റെ കാരണം എനിക്ക് മനസ്സിലായില്ല. ഹോംസിന് എന്തോ സൂചന കിട്ടിയിരുന്നു. വീടിനകത്ത് ഏതോ ഭാഗത്തു നിന്ന് ഒരു ശബ്ദം കേട്ടു. ഒരു കതക് ഒച്ചയോടുകൂടി വലിച്ചടയ്ക്കുന്ന ശബ്ദം. ഉറച്ച കാൽവയ്പ്പുകളോടെ ആരോ നടന്നു വരുന്നു. ഞങ്ങൾ നിൽക്കുന്ന മുറിക്ക് പുറത്തുള്ള ഇടനാഴിയിലാണ് ആ പാദപതനം കേൾക്കുന്നത്. ആ ശബ്ദം വാതിലിനടുത്തെത്തി. ഇതാ വാതിൽ തുറക്കുന്നു. വൈദ്യുത വിളക്കിന്റെ സ്വിച്ച് ഇടുന്നതിന്റെ ശബ്ദം കേട്ടു. കതക് വീണ്ടും അടഞ്ഞു. സിഗരറ്റിന്റെ രൂക്ഷഗന്ധമുള്ള പുക ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. മുറിയിൽ പ്രവേശിച്ച ആൾ മുറിയിൽ നെടുകയും കുറുകയും ഉലാത്തി. അനേകം തവണ ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ മറഞ്ഞു നിൽക്കുന്നതിന്റെ തൊട്ടടുത്താണ് ഈ സംഭവം. അവിടെ ഉലാത്തിക്കൊണ്ടിരിക്കുന്ന ആൾ കുറെ കഴിഞ്ഞ് ഒരു കസേരയിലിരുന്നു. പെട്ടെന്ന് ഒരു പൂട്ട് തുറക്കുന്ന ശബ്ദവും കടലാസ് മറിക്കുന്ന ശബ്ദവും കേട്ടു. ഇതേവരെ കർട്ടന് പിന്നിൽ നേരിയ ചലനം പോലുമില്ലാതെ പാവകളെ പോലെ നിൽക്കുകയായിരുന്നു ഞങ്ങൾ. പേപ്പർ മറിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ കർട്ടനുള്ളിൽ കൂടി ആ സംഭവങ്ങൾ നിരീക്ഷിച്ചു. ഹോംസും അപ്പോഴേക്ക് ആഗതനിൽ മിഴിനട്ടിരുന്നു. ഞങ്ങളുടെ വലതുഭാഗത്തായി മുന്നിൽ കസേരയിലിരിക്കുന്നത് ചാർലസ് അഗസ്റ്റസ് മിൽവർട്ടനാണ്. ഞങ്ങൾക്ക് പുറംതിരിഞ്ഞാണ് അയാൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിയിരിക്കുന്നു. അയാൾ കിടപ്പറയിലേക്ക് പോയിട്ടേയില്ല. വീടിന്റെ ഏതോ ഭാഗത്ത് ഞങ്ങൾ കാണാത്ത ഏതോ ജനാലയുടെ സമീപം സിഗരറ്റും വലിച്ചിരുന്നതാകാം അയാൾ. മിൽവർട്ടന്റെ പരന്ന കഷണ്ടി ബാധിച്ച തലയുടെ പിൻവശം ഞങ്ങൾക്ക് കാണാം. ചുവന്ന കുശിനിട്ട കസേരയിൽ ചാഞ്ഞു കിടക്കുകയാണ് അയാൾ. കാലുകൾ നീട്ടിവെച്ചിരിക്കുന്നു. സിഗരറ്റിന്റെ പുകയിൽ ലയിച്ചിരിക്കുകയാണ് അയാൾ. കറുത്ത പട്ടുതുണി കൊണ്ടുള്ള കോളറോട് കൂടിയ കടും ചുവപ്പായ ഒരു ഉടുപ്പാണ് മിൽവർട്ടൻ ധരിച്ചിരിക്കുന്നത്.
നീളമുള്ള ഏതോ ഒരു കത്ത് അയാളുടെ കയ്യിലുണ്ട്. സിഗരറ്റിന്റെ പുക ഉതിർത്തുകൊണ്ട് അയാൾ ആ കത്ത് വായിക്കുന്നു. ആ ഇരിപ്പ് കണ്ടാൽ പെട്ടെന്നൊന്നും അയാൾ എഴുന്നേൽക്കുന്ന ലക്ഷണമില്ലായിരുന്നു. ഹോംസിന്റെ കൈകൾ എന്നെ ആശ്ലേഷിച്ചു. അത് എനിക്ക് ആശ്വാസം പകരാൻ ആയിരുന്നിരിക്കണം. കുഴപ്പമൊന്നുമില്ലെന്നും ഞങ്ങളുടെ നില ഭദ്രമാണെന്നും ഹോംസിന്റെ മുഖഭാവം വ്യക്തമാക്കി. പക്ഷേ കാര്യങ്ങൾ അതേ രീതിയിൽ ഹോംസിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നെനിക്ക് സംശയം തോന്നി. സേഫിന്റെ കതക് ശരിക്കും അടച്ചിട്ടില്ല. മിൽവർട്ടൻ ഏതു സമയവും അത് കണ്ടുപിടിച്ചേക്കാം. കണ്ടുപിടിക്കപ്പെട്ടാൽ ഞാനൊന്ന് തീർച്ചയാക്കി. ഉടൻ ഞാൻ എൻ്റെ വലിയ കോട്ട് മിൽവർട്ടന്റെ തലയിലിട്ട് ചുറ്റും. എന്നിട്ട് അയാളുടെ കൈകൾ കൂട്ടിക്കെട്ടും. പിന്നത്തെ കാര്യങ്ങൾ ഹോംസിന് വിടും. പക്ഷേ ഇതൊന്നും വേണ്ടി വന്നില്ല. മിൽവർട്ടൻ ആ ഒരു ഇരിപ്പ് ഇരുന്നതേ ഉള്ളൂ. അയാളുടെ കൈവശമിരിക്കുന്ന കത്തുകളിൽ മാത്രമാണ് അയാളുടെ ശ്രദ്ധ. അയാൾ ശ്രദ്ധാപൂർവം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അത്രയും വായിച്ചു തീർത്താൽ സിഗരറ്റ് എരിഞ്ഞു തീരുന്നതിനോടൊപ്പം അയാൾ തൻ്റെ കിടപ്പറയിലേക്ക് പോകുമെന്ന് ഞാൻ കരുതി. എന്നാൽ അതുണ്ടായില്ല. മറിച്ച് ചില പുതിയ സംഭവവികാസങ്ങളാണ് ഉണ്ടായത്. മിൽവർട്ടൻ പലതവണ തൻ്റെ വാച്ചിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ എഴുന്നേൽക്കുകയും വീണ്ടും അസ്വസ്ഥനായി ഇരിക്കുകയും ചെയ്തു. പുറത്ത് വരാന്തയിൽ നിന്ന് ആരോ നടന്നു വരുന്ന ശബ്ദം ശ്രദ്ധിച്ചപ്പോഴാണ് ഈ അർദ്ധരാത്രിയിൽ ഒരു സന്ദർശകനെ കാത്തിരിക്കുകയാണ് ഇയാൾ എന്ന് ഞാൻ മനസ്സിലാക്കിയത്. കാൽപെരുമാറ്റം അടുത്തു വന്നപ്പോൾ കയ്യിലിരുന്ന കത്തുകൾ ഒതുക്കി വെച്ച് മിൽവർട്ടൻ ഗമയിലിരുന്നു. പുറത്ത് കതകിൽ മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ മിൽവർട്ടൻ എഴുന്നേറ്റ് കതക് തുറന്നു. നിങ്ങൾ അരമണിക്കൂർ വൈകിയല്ലോ, അനാദരവ് സ്ഫുരിക്കുന്ന ഭാവത്തിൽ മിൽവർട്ടൻ പറഞ്ഞു. മിൽവർട്ടന്റെ ഭവനത്തിലെ അടയ്ക്കാത്ത കതകിന്റെയും അയാളുടെ ഉറക്കമിളപ്പിന്റെയും രഹസ്യം അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു സ്ത്രീയാണ് അവിടെ വന്നെത്തിയിരിക്കുന്നത്. ഞാൻ കർട്ടൻ പഴുതിലൂടെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. മിൽവർട്ടൻ വീണ്ടും കസേരയിലിരുന്നു. അയാളുടെ ചുണ്ടിൽ അപ്പോഴും സിഗരറ്റ് പുകയുന്നുണ്ടായിരുന്നു. വൈദ്യുത വിളക്കിന്റെ വെളിച്ചത്തിൽ അയാളുടെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെ ശരിക്കും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. നല്ല പൊക്കമുള്ള കൃശഗാത്രിയായ കറുത്ത നിറത്തോടു കൂടിയ ഒരുവളായിരുന്നു അത്. വസ്ത്രാഞ്ചലം കൊണ്ട് അവൾ മുഖം മറച്ചിരുന്നു. യാത്രാക്ഷീണം കൊണ്ട് അവളുടെ ശ്വാസഗതി വർദ്ധിച്ചിരുന്നു. അവൾ ആകെ വിവശയായിരുന്നു കാഴ്ചയിൽ. മിൽവർട്ടൻ ആ സ്ത്രീയോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ഈ നല്ല രാത്രിയിലെ എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തി. പോകട്ടെ. നിങ്ങൾ ഈ സമയത്തിൻ്റെ വില അറിഞ്ഞു പ്രവർത്തിക്കുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് മറ്റേതെങ്കിലും സമയത്ത് വരാമായിരുന്നില്ലേ? ആ സ്ത്രീ ഇത് കേട്ട് മുഖം കുനിച്ചു നിന്നു. ശരി, വന്നതിരിക്കട്ടെ. ആ പ്രഭുപത്നി കടുപ്പക്കാരിയാണെങ്കിൽ നിങ്ങൾക്ക് പകവീട്ടാനുള്ള അവസരമാണിത്. നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ധൈര്യമായിരിക്കൂ. ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം, മിൽവർട്ടൻ പറഞ്ഞു. തുടർന്ന് അയാൾ മേശ തുറന്ന് ഒരു നോട്ട് ബുക്ക് എടുത്തു. കൗണ്ടർ ഡി ആൽബർട്ടിന് അപഖ്യാതിയുണ്ടാക്കുന്ന 5 കത്തുകൾ നിങ്ങളുടെ കൈവശമുണ്ടെന്ന് പറഞ്ഞു. അത് വിലയ്ക്ക് നൽകാമെന്നും അറിയിച്ചു. ഞാൻ അത് വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ഇനി അതിനുള്ള വിലയെപ്പറ്റിയാണ്. ആ കത്തുകൾ എനിക്കൊന്ന് പരിശോധിക്കണം. അത് യഥാർത്ഥത്തിൽ എഴുതപ്പെട്ട കത്തുകളാണോ എന്ന് അറിഞ്ഞല്ലേ വില നൽകാൻ കഴിയൂ. മിൽവർട്ടനോട് അവൾ ഒന്നും മറുപടി പറഞ്ഞില്ല. അവൾ തൻ്റെ മുഖപടം മാറ്റി, ശിരോവസ്ത്രം മാറ്റി. ഞങ്ങൾ ശ്രദ്ധിച്ചു. കറുത്തവളെങ്കിലും സുന്ദരിയായ ഒരു സ്ത്രീ. അഴകാർന്ന മുഖം, കറുത്ത് നിബിഡമായ പുരികങ്ങൾ, ആകർഷകമായ കണ്ണുകൾ, കട്ടിയുള്ള ചുണ്ടോടു ചേർന്ന വായ്, വശീകരിക്കുന്ന പുഞ്ചിരി. ഇത് ഞാനാണ്, അവൾ പറഞ്ഞു. നിങ്ങൾ തകർത്തെറിഞ്ഞ അതേ ഞാൻ. മിൽവർട്ടൻ ചിരിച്ചു. പക്ഷേ അയാളുടെ വാക്കുകളിൽ ഭയം ധ്വനിച്ചു. നിങ്ങൾ പിടിവാശിക്കാരിയായിരുന്നു. എന്നെ അത്രത്തോളം തള്ളിവിട്ടത് എന്തിനാണ്? ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു ചെറുപാണിയെപ്പോലും ദ്രോഹിച്ചിട്ടില്ല. മനുഷ്യർക്കെല്ലാം അവരവരുടേതായ വ്യാപാരങ്ങൾ കാണും. ഞാൻ അത്തരമൊരു വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു, അത്ര തന്നെ. നിങ്ങൾക്ക് നൽകാൻ കഴിവുള്ള ഒരു തുകയെ ഞാൻ അന്ന് ആവശ്യപ്പെട്ടുള്ളൂ. നിങ്ങൾ അത് നൽകിയില്ല, അയാൾ തുടർന്ന് പറഞ്ഞു. അതുകൊണ്ട് താങ്കൾ ആ കത്തുകൾ എൻ്റെ ഭർത്താവിന് അയച്ചു കൊടുത്തു, ഇല്ലേ? മാന്യന്മാരിൽ വെച്ച് മാന്യനായിരുന്ന ആ നല്ല മനുഷ്യൻ താങ്കൾ അയച്ച കത്തുകൾ വായിച്ച് ഹൃദയം പൊട്ടി മരിച്ചു. എന്നോട് കരുണ കാണിക്കണമെന്ന് യാചിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ താങ്കളുടെ കാൽക്കൽ വീണ ആ കഴിഞ്ഞുപോയ രാത്രിയെക്കുറിച്ച് താങ്കൾ ഓർമ്മിക്കുന്നോ? അന്ന് നിങ്ങൾ എന്നെ നോക്കി പരിഹാസപൂർവ്വം ചിരിച്ചു. ഇപ്പോഴും നിങ്ങൾ അതേ ചിരി തന്നെ ചിരിക്കുന്നു. ഇങ്ങനെയല്ലാതെയാവാൻ ഭീരുവായ നിങ്ങൾക്ക് സാധ്യമല്ല. പോകട്ടെ. എന്തിനിതൊക്കെ പറയുന്നു? എന്നെ ഇവിടെ വെച്ച് വീണ്ടും കാണുമെന്ന് നിങ്ങൾ കരുതിയിരിക്കില്ല.
അന്നത്തെ ആ രാത്രിയിൽ ഞാനൊരു തീരുമാനമെടുത്തിരുന്നു. നിങ്ങളെ എങ്ങനെ ഒറ്റയ്ക്ക് നേരിടണമെന്ന് ആ രാത്രി എന്നെ പഠിപ്പിച്ചു. മിസ്റ്റർ ചാൾസ് മിൽവർട്ടൺ, താങ്കൾക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. കസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് മിൽവർട്ടൺ പറഞ്ഞു. ഞാനൊന്ന് ശബ്ദമുയർത്തുകയേ വേണ്ടൂ. വേണമെങ്കിൽ എൻ്റെ ഭൃത്യന്മാരെ വിളിച്ച് നിന്നെ ബന്ധനത്തിലാക്കാം. പക്ഷേ അത് ഞാൻ ചെയ്യുന്നില്ല. ഇത്തരം ഒരു അനുഭവത്താൽ ആർക്കും തോന്നാവുന്ന കോപവാക്കുകളായേ നിന്റെ ശകാരത്തെ ഞാൻ കണക്കിലെടുക്കുന്നുള്ളൂ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഉടൻ ഇവിടുന്ന് പോയിക്കൊള്ളണം. കൂടുതലൊന്നും പറയുന്നില്ല. ഒരു കൈ മാറിടത്തിലേക്ക് താഴ്ത്തി വെച്ചുകൊണ്ട് കൊല്ലുന്ന ചിരിയോടെ അവൾ മിൽവർട്ടന്റെ വാക്കുകൾ കേട്ടു. എന്റെ ജീവിതം തകർത്തതുപോലെ മറ്റാരുടെയും ജീവിതം ഇനി നിങ്ങൾ തകർക്കില്ല. എന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചതുപോലെ മറ്റാരുടെയും ഹൃദയങ്ങളെ ഇനി നിങ്ങൾക്ക് വേദനിപ്പിക്കാനാവില്ല. ഒരു വിഷജന്തുവിൽ നിന്ന് ഞാൻ ഈ ലോകത്തെ മോചിപ്പിക്കും. പക്ഷേ നീ, എടാ മനുഷ്യാതമാ, ഇത് പിടിച്ചോ. ഇതും ഇതും ഇതും. ഇത് പറഞ്ഞതോടൊപ്പം മാറിടത്തിൽ ഒളിച്ചു വെച്ചിരുന്ന റിവോൾവർ എടുത്ത് മിൽവർട്ടന്റെ നേരെ തുരുതുരെ നിറയൊഴിച്ചു. അയാൾ തെന്നി മാറി. മേശപ്പുറത്തുണ്ടായിരുന്ന കത്തുകളിൽ പിടിമുറുക്കിക്കൊണ്ട് അയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. വീണ്ടും അയാളുടെ കാലിൽ വെടിയേറ്റു. അസഹ്യമായ വേദനയോടെ അയാൾ തറയിൽ കിടന്ന് പിടഞ്ഞു. നീ എന്നെ കൊന്നു. അതായിരുന്നു മിൽവർട്ടന്റെ ഒടുവിലത്തെ വാക്കുകൾ. വൈരാഗ്യം തീരാഞ്ഞ് അവൾ നിലത്ത് വിറങ്ങലിച്ചു കിടന്ന അയാളുടെ മുഖം കാലുകൊണ്ട് ചവിട്ടി മെതിച്ചു. അവൾ പിന്നെയും നോക്കി. അയാളുടെ കഥ അവസാനിച്ചിരിക്കുന്നു. അവൾ ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ രാത്രിയിലെ തണുത്ത കാറ്റ് ചൂട് നിറഞ്ഞ മുറിയിലേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു. മിൽവർട്ടനെ അയാളുടെ വിധിയിൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. ആ സ്ത്രീയുടെ റിവോൾവറിൽ നിന്ന് മിൽവർട്ടനെ രക്ഷിക്കാൻ ഞാൻ ചാടി വീഴുമായിരുന്നു. ഹോംസിന്റെ തണുത്ത ബലമായ കൈകൾ എന്നെ നിയന്ത്രിച്ചിരുന്നില്ലെങ്കിൽ. ശരിയാണ്, ഞങ്ങൾ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. ക്രൂരനായ ഒരു മനുഷ്യന്റെ സ്വാഭാവികമായ അന്ത്യം മാത്രമാണ് ഞങ്ങൾ ദർശിച്ചത്. ഞങ്ങൾ ആ രാത്രിയിൽ അവിടെ എത്തിയത് വേറെ ലക്ഷ്യങ്ങളോടും ചുമതലകളോടും കൂടിയാണ്. അത് മറന്ന് ഒന്നും പ്രവർത്തിച്ചുകൂടാ. കൃത്യം നടത്തിയ ശേഷം ആ സ്ത്രീ പുറത്തേക്ക് പാഞ്ഞു പോയപ്പോൾ ഹോംസ് വളരെ മൃദുവായി നടന്ന് അപ്പുറത്തെ വാതിലിനടുത്തെത്തി. അദ്ദേഹം അകത്തുനിന്ന് ആ കതക് പൂട്ടി. അതേസമയം വീടിനുള്ളിൽ ആരുടെയൊക്കെയോ സംസാരവും കാൽപെരുമാറ്റവും കേട്ടു. പിഴയുടെ ശബ്ദം കേട്ട് വീട്ടിലുള്ളവരെല്ലാം ഉണർന്നിരിക്കുന്നു. യാതൊരു ഭയമില്ലാതെ ഹോംസ് സേഫിനടുത്തേക്ക് പതുക്കെ നടന്നു. സേഫ് തുറന്ന് അതിലുള്ള കത്തുകെട്ടുകൾ മുഴുവൻ വലിച്ചു വാരി എരിഞ്ഞു കത്തുന്ന തീയിലേക്കിട്ടു. സേഫിലുള്ള കത്തുകൾ മുഴുവൻ ഹോംസ് അഗ്നിക്കിരയാക്കി. ഈ സമയത്ത് പുറത്തെ വാതിലിൽ ആരോ ശക്തിയായി ഇടിക്കുന്നുണ്ടായിരുന്നു. ഹോംസ് ചുറ്റിനും നോക്കി. മിൽവർട്ടന്റെ അന്ത്യത്തിന് കാരണമായ കത്തുകൾ മേശപ്പുറത്ത് രക്തത്തിൽ കുതിർന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അതിലൊന്നുപോലും ശേഷിക്കാതെ വാരിയെടുത്ത് ഹോംസ് തീയിലിട്ടു. പിന്നീട് ഞങ്ങൾ പുറത്തേക്ക് കടന്നു. കതക് പുറത്തുനിന്ന് പൂട്ടുകയും ചെയ്തു. വാട്സൺ, ഈ വഴി വരൂ, ഹോംസ് മന്ത്രിച്ചു. നമുക്ക് ഈ തോട്ടത്തിന്റെ ഭിത്തി ചാടിക്കടന്ന് രക്ഷപ്പെടാം, അദ്ദേഹം പറഞ്ഞു. മിൽവർട്ടന്റെ വീട്ടിൽ നടന്ന കൊലപാതകത്തിന്റെ വാർത്ത പെട്ടെന്ന് വ്യാപിച്ചു. ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വീടിനു ചുറ്റും വിളക്കുകൾ എരിയുന്നത് കണ്ടു. ആളുകൾ ആ വീട്ടിലേക്ക് ഓടിക്കൂടുന്നു. മിൽവർട്ടന്റെ പൂന്തോട്ടം നിറയെ ആളുകൾ. കൂട്ടത്തിൽ ആരോ ഞങ്ങളെ ചൂണ്ടി ഹലോ എന്ന് ആക്രോശിച്ചു. ചെറുവൃക്ഷങ്ങൾക്കിടയിലൂടെ ഹോംസ് പാഞ്ഞു. തൊട്ടുപുറകെ ഞാനും. ഞങ്ങളെ ചിലർ പിന്തുടരുന്നുണ്ടായിരുന്നു. 6 അടി ഉയരത്തിലുള്ള ഒരു ഭിത്തി ചാടിക്കടന്ന് ഞങ്ങൾ ആവുന്ന വേഗതയിൽ ഓടി. ഭിത്തിയിൽ ചാടിക്കയറാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളെ പിന്തുടർന്നിലൊരുവൻ എൻ്റെ പിൻകാലിൽ പിടികൂടിയതാണ്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് എനിക്ക് അപ്പുറത്ത് ചാടാൻ കഴിഞ്ഞെന്നു മാത്രം. അവിടെ തെന്നിമറിഞ്ഞ് വീണ എന്നെ ഹോംസ് പിടിച്ചെഴുന്നേൽപ്പിച്ചു. പിന്നീട് ഏകദേശം 2 മൈലോളം ദൂരം ഓടിക്കിതച്ച് ഞങ്ങൾ ഹാംസ്റ്റഡിലെത്തി. ഭാഗ്യം, ആരും ഞങ്ങളെ കണ്ടെത്തിയിട്ടില്ല. ഒരു വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഞങ്ങൾക്ക് ശ്വാസം നേരെ വീണത് ഹാംസ്റ്റഡിൽ എത്തിയിട്ടാണ്. പ്രഭാതമായി. പതിവ് പോലെ ഞങ്ങൾ പ്രാതൽ കഴിച്ചു, ഹുക്ക വലിച്ചു. പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെയായിരുന്നു ഞങ്ങളുടെ ഭാവവും പ്രവൃത്തികളും. അപ്പോഴതാ സ്കോട്ട്ലൻഡ് യാർഡിൽ നിന്ന് മിസ്റ്റർ ലസ്ട്രീഡ് ആദരവോടെ ഞങ്ങളുടെ സമീപത്തേക്ക് കടന്നു വന്നു. അയാൾ ഹോംസിന് സുപ്രഭാതം ആശംസിച്ച ശേഷം ചോദിച്ചു, അങ്ങിപ്പോൾ വളരെ തിരക്കുള്ള എന്തെങ്കിലും കാര്യത്തിലാണോ? താങ്കൾ പറയുന്ന കാര്യം കേൾക്കാൻ സമയമില്ലാത്ത വിധം തിരക്കൊന്നുമില്ല, ഹോംസ് അറിയിച്ചു. ഹാംസ്റ്റഡിൽ ഇക്കഴിഞ്ഞ രാത്രിയിൽ അസാധാരണമായ ഒരു കൊലപാതകം നടന്നു. ഈ കേസിന്റെ അന്വേഷണത്തിൽ അങ്ങയുടെ സഹായം അഭ്യർത്ഥിക്കാനാണ് ഞാൻ വന്നത്.
സുഹൃത്തെ, ആ കൊലയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഹോംസ് ചോദിച്ചു. ഏറെ നാടകീയവും അസാധാരണവുമായ ഒരു കൊലപാതകമാണത്. ഇത്തരം കേസുകളുടെ കാര്യത്തിൽ തുമ്പുണ്ടാക്കുവാൻ അങ്ങേക്ക് കഴിയുമെന്ന് എനിക്കറിയാം. ദയവായി കൊല നടന്ന ആപ്പിൾ ഡോർ ടവേഴ്സിൽ വരെ വന്ന് അന്വേഷണത്തിന് വേണ്ട ഉപദേശങ്ങൾ നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇതൊരു സാധാരണ കൊലപാതകമല്ല. ഇന്നലെ രാത്രി വെടിയേറ്റു മരിച്ച വീട്ടിൽ വിൽവർട്ടൺ കുറേ കാലമായി ഞങ്ങളുടെ നോട്ടപ്പുള്ളിയായിരുന്നു. അയാൾ ക്രൂരനായിരുന്നുവെന്ന് ഞങ്ങൾക്കറിയാം. രഹസ്യ രേഖകൾ ശേഖരിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്നും ഭീമമായ സംഖ്യകൾ കൊള്ളയടിച്ചുകൊണ്ടിരുന്ന ഒരുവനാണ് ഇയാൾ. അയാളുടെ സേഫിൽ സൂക്ഷിച്ചിരുന്ന ഇത്തരം രഹസ്യരേഖകളെല്ലാം കൊലപാതകികൾ ചുട്ടുകളഞ്ഞു. അയാളുടെ വീട്ടിലെ വിലപിടിപ്പുള്ള ഒരു വസ്തുവും കൊള്ള ചെയ്തിട്ടില്ല. ഇതിൽ നിന്നും പണമോ രത്നങ്ങളോ ഉദ്ദേശിച്ചല്ല ഈ കൊല നടന്നിട്ടുള്ളതെന്ന് കരുതാം. സമൂഹത്തിലെ വിലയും നിലയുമുള്ള ആരോ ആണ് കുറ്റകൃത്യം നടത്തിയിട്ടുള്ളത്. ഒരു സാമൂഹ്യ വിരുദ്ധനെ നശിപ്പിക്കുക എന്നത് മാത്രമാണ് ഈ കൊല നടത്തിയവർ ലക്ഷ്യമാക്കിയത്. ഒന്നിലേറെ പേർ ചേർന്നാണ് ഈ കൊല നടത്തിയിട്ടുള്ളതെന്നാണോ നിങ്ങൾ സംശയിക്കുന്നത്? കൊലപാതകികൾ എന്ന് നിങ്ങൾ സൂചിപ്പിച്ചല്ലോ, ഹോംസ് ചോദിച്ചു. സർ, തീർച്ചയായും അവർ രണ്ടുപേരുണ്ടായിരുന്നു. കൈയോടെ അവർ കുരുക്കിൽ അകപ്പെടേണ്ടതായിരുന്നു. എങ്കിലും അവർ രക്ഷപ്പെട്ടു. അവരുടെ കാലടയാളങ്ങളും ലക്ഷണങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. രാത്രി 10 മണിക്കും 1 മണിക്കും ഇടയിലാണ് കൊല നടന്നിട്ടുള്ളത്. ഒന്നാമൻ വളരെ സമർത്ഥനായ ഒരുവനാണ്. അയാളുടെ സഹായിയെ അവിടുത്തെ തോട്ടക്കാരൻ പിടികൂടിയതാണ്. മൽപ്പിടുത്തത്തിൽ അവർ രക്ഷപ്പെട്ടു പോയി. സഹായിയായിട്ടുള്ളയാൾ ഇടത്തരം വലിപ്പമുള്ള ആരോഗ്യവനായ ആളാണ്. സമചതുരമായ താടിയിലും വലിയ കഴുത്തും മേൽമീശയും മൂടിക്കെട്ടിയ കണ്ണുകളും അയാൾക്കുണ്ടായിരുന്നുവെന്നാണ് സാക്ഷിമൊഴി. ഇപ്പറഞ്ഞതൊന്നും പ്രതിയെ കണ്ടുപിടിക്കാൻ സഹായകമായ തെളിവുകളല്ല, ഷെർലക് ഹോംസ് പറഞ്ഞു. നിങ്ങൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ വാട്സന് യോജിക്കുന്നതാണല്ലോ. ഈ കേസിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാനാവുമോ എന്ന് സംശയമാണ് മിസ്റ്റർ ലെസ്ട്രേഡ്, ഹോംസ് പറഞ്ഞു. കാരണം ഇതാണ്, കൊല ചെയ്യപ്പെട്ട മിൽവർട്ടനെ എനിക്കറിയാം. ലണ്ടനിലെ ഏറ്റവും അപകടകാരിയായ മനുഷ്യരൊരാളായിരുന്നു അയാൾ. ഇപ്പോൾ അയാൾ സ്വന്തം ക്രൂരകർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചു. ഇത്തരം കേസുകളിൽ നിയമത്തിന് ഒന്നും ചെയ്യാനില്ല. എന്നല്ല, ഒരതിർത്തിയോളം ബഹുജനദ്രോഹിയായിരുന്ന ഇയാളെ കൊല ചെയ്തത് ന്യായീകരിക്കാനല്ലേ നിവൃത്തിയുള്ളൂ. അതിനാൽ ഇനി ഇതിൻ്റെ എതിർവാദത്തിന് പ്രസക്തിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എന്തായാലും അതിനില്ല. വിൽവർട്ടോനോടല്ല, അയാളെ കൊന്നവരോടാണ് എനിക്ക് അനുഭാവം. അതിനാൽ ഈ കേസ് ഞാൻ കൈകാര്യം ചെയ്യില്ല, ഹോംസ് തുറന്നു പറഞ്ഞു. ഞങ്ങൾ ദൃക്സാക്ഷികളായിരുന്ന ആ സംഭവത്തെക്കുറിച്ച് ഹോംസ് ഒന്നും അനുസ്മരിച്ചില്ല. എന്നാൽ ആ പ്രഭാതം മുഴുവനും ഏതോ ഗാഢചിന്തയിൽ അദ്ദേഹം മുഴുകിയിരിക്കുന്നതായി ഞാൻ അറിഞ്ഞു. സവിശേഷമായ ആ ഇരിപ്പിലും വിശ്രമിക്കുന്ന ആ നയനങ്ങളിലും നിന്ന് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. ഹോംസ് എന്തോ ഓർമ്മിച്ചെടുക്കുകയാണ്. സമയം കടന്നുപോയി. ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കുകയായിരുന്നു. പെട്ടെന്ന് ഹോംസ് എഴുന്നേറ്റു. വാട്സൺ, എനിക്ക് ആളെ പിടികിട്ടി, അദ്ദേഹം ഉറക്കെ പറഞ്ഞു. വേഗം റെഡിയാകൂ, നമുക്കൊന്ന് പുറത്തേക്ക് പോകാം, ഹോംസ് നിർദ്ദേശിച്ചു. ഞങ്ങൾ പുറത്തിറങ്ങി. ബേക്കർ സ്ട്രീറ്റിലൂടെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലൂടെ പാഞ്ഞുപോയ ഞങ്ങളുടെ വാഹനം റീജന്റ് സർക്കസിൽ എത്തി നിന്നു. അവിടെ ഇടതുഭാഗത്തുള്ള ഒരു സ്റ്റുഡിയോയായിരുന്നു ഹോംസിന്റെ ലക്ഷ്യം. സ്റ്റുഡിയോയുടെ സ്വീകരണമുറിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ചിത്രങ്ങളിലാണ് ഹോംസ് ശ്രദ്ധിച്ചത്. പ്രശസ്തരായ നേതാക്കന്മാരുടെയും സുന്ദരിമാരുടെയും ചിത്രങ്ങൾ അവിടെ കണ്ടു. ആ സുന്ദരിമാരുടെ ചിത്രങ്ങളിൽ ഒന്നിൽ ഹോംസിന്റെ കണ്ണു പതിച്ചു. ഞാനും ആ ചിത്രം ശ്രദ്ധിച്ചു. രാജകീയ വേഷം ധരിച്ച അതിസുന്ദരിയായ ഒരു സ്ത്രീ, വജ്രം പോലെ ശോഭിക്കുന്ന ഒരു മേലങ്കി അവളുടെ തലയ്ക്ക് മുകളിലൂടെ ഇട്ടിരിക്കുന്നു. അവളുടെ അഴകുള്ള മൂക്കും മഷി എഴുതിയ പുരികക്കൊടികളും സുന്ദരമായ തടിച്ച ചുണ്ടുകളും താടിയും ഞാൻ ശ്രദ്ധിച്ചു. ഉന്നത കുലജാതനും രാഷ്ട്രതന്ത്രജ്ഞനുമായ ഒരു മാന്യ വ്യക്തിയെക്കുറിച്ച് പെട്ടെന്ന് ഞാൻ അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയുടെ ചിത്രമാണിത്. ഞാൻ ഹോംസിനെ നോക്കി. അദ്ദേഹം ചുണ്ടിൽ വിരലോടിച്ചുകൊണ്ട് എന്നെയും കൂട്ടി പുറത്തേക്കിറങ്ങി. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി.